ക്രിസ്തു മാർഗം യഥാർത്ഥത്തിൽ ഒരു മതമല്ല, ഒരു മാർഗമാണെന്നും അതുപോലെ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ മതമാറ്റമല്ല മനപരിവർത്തനമാണ് നടത്തേണ്ടതെന്നും നമ്മൾ പ്രസംഗിച്ച് കേട്ടിട്ടുണ്ടാവും. പലരും അങ്ങനെ പ്രസംഗിക്കാറുണ്ട്. നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിലൊക്കെ നമ്മൾ ഒരാശയം അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ക്രിസ്തുവിനെ ആത്മാവിലും സത്യത്തിലും അനുഗമിക്കുന്നവരെയാണ് ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കുന്നത്. അതും നമുക്കറിയാവുന്ന ഒരു വസ്തുത തന്നെയാണ്. നമ്മുടെയൊക്കെ മനസ്സിൽ ഇഷ്ടപ്പെട്ട് ചേർത്ത് നിർത്തിയ ചായ്വുകളെ എല്ലാം മാറ്റി നിർത്തി സ്വതന്ത്രമായും ആത്മാർത്ഥമായും ബൈബിൾ പരിശോധിച്ചാൽ ക്രിസ്തീയ മാർഗം എന്ന് പറയുന്നത് പൂർണ്ണമായും യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ അവർ മാത്രം ഉൾപ്പെടുന്ന അതിനെയാണ് നമുക്ക് ക്രിസ്തീയ മാർഗം അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ ക്രിസ്തുമതം എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു തന്നെ അനുഗമിച്ച അപ്പോസ്തലന്മാർ ഉൾപ്പെട്ട ശിഷ്യഗണത്തിന്റെയും പിന്നീട് തന്നിൽ വിശ്വസിക്കുന്ന സകല മനുഷ്യരുടെയും നിത്യരക്ഷയ്ക്ക് വേണ്ടി കാൽവരിയിൽ പൂർത്തീകരിച്ച സമ്പൂർണ്ണ യാഗത്തിനായി പോകുന്നതിന് മുമ്പായിട്ട് ആ യാഗത്തെക്കുറിച്ചും അതുമൂലമുണ്ടാകുന്ന സൗഭാഗ്യത്തെക്കുറിച്ചും ശിഷ്യന്മാരോട് പല സന്ദർഭങ്ങളിലും വിശദീകരിച്ചിരുന്നു. പല സന്ദർഭങ്ങളും നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ നമ്മൾ പ്രസംഗിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തിരുന്നല്ലോ. യോഹന്നാന്റെ സുവിശേഷത്തിലെ 14-ാം അധ്യായം അതിനൊരു ഉദാഹരണമാണ്. നമുക്ക് വളരെ പരിചിതമായ ആ വേദഭാഗം ആദ്യമായിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. അതിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിൽ വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഞാൻ പോകുന്ന ഇടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു. ദൈവപുത്രനായ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന എല്ലാവരുടെയും വിശ്വാസവും പ്രത്യാശയുമാണ് ഈ തിരുവചനം. ഈ വിശ്വാസവും പ്രത്യാശയും അനുദിനം സ്വജീവിതത്തിൽ ഊട്ടി ഉറപ്പിക്കുന്ന ഏതൊരു വിശ്വാസിയെയും ക്രിസ്ത്യാനി എന്ന് വിളിക്കാം. അവരെ മാത്രമേ ക്രിസ്ത്യാനി എന്ന് വിളിക്കാൻ പറ്റുകയുള്ളൂ. ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ എന്ന നിലയിൽ അവരെ മാത്രമേ വിളിക്കാൻ പറ്റുള്ളൂ. അതുപോലെ അങ്ങനെയുള്ളവർ കൂടി വരുന്ന കൂട്ടങ്ങളെ ക്രിസ്തുവിന്റെ സഭയെന്നും വിളിക്കാം. ദൈവസഭ അല്ലെങ്കിൽ കർത്താവിന്റെ സഭ എന്ന നിലയിൽ അങ്ങനെ ആ കൂട്ടങ്ങളെ വിളിക്കാൻ കഴിയും. പ്രിയമുള്ളവരെ, ഇവിടെ നമ്മൾ കണ്ട ഈ വേദഭാഗത്തിലെ 3-4 വാക്യങ്ങൾ ഒറ്റ നോട്ടത്തിൽ പരസ്പര വിരുദ്ധമായ പ്രസ്താവനകളായി നമുക്ക് തോന്നാൻ ഇടയുണ്ട്. ആ വാക്യങ്ങൾ ഒന്നുകൂടെ ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അതിന്റെ 4-ാം വാക്യം വായിക്കുകയാണ്, ഞാൻ പോകുന്ന ഇടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു. സ്ഥലമൊരുക്കിയാൽ യേശു കർത്താവ് പിന്നെയും ഈ ഭൂമിയിൽ വന്ന് നമ്മളെ കർത്താവ് ഇരിക്കുന്ന ഇടത്തേക്ക് ചേർത്തുകൊള്ളും എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം നമ്മുടെ ഉള്ളിൽ ആ പ്രത്യാശയുണ്ട്. നമ്മൾ കർത്താവിന്റെ വരവിനായി നോക്കി പാർത്തുകൊണ്ട് ജീവിക്കുന്നവരാണ്. എന്നാൽ 4-ാം വാക്യത്തിൽ ഞാൻ പോകുന്ന ഇടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു എന്ന പ്രസ്താവന അല്പം ഒന്ന് ചിന്തിപ്പിക്കുന്നതാണ്. അല്പം കുറച്ചുകൂടി നമുക്ക് അവിടെ ഒന്നൊരു പോസ്റ്റ് അല്ലെങ്കിൽ ഒന്ന് നിർത്തി ആ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. വഴിയറിയാത്ത ഒരാളെ കൃത്യസ്ഥാനത്ത് എത്തിക്കാൻ നമ്മൾ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകാറുണ്ട്. നമ്മുടെ വീട്ടിലേക്ക് വരികയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്തിലേക്ക് പോകുമ്പോഴൊക്കെ നമ്മൾ വളരെ കൃത്യമായിട്ട് അവിടെ ചെല്ലുമ്പോൾ ഇങ്ങോട്ട് ടേൺ എടുക്കണം, അങ്ങോട്ട് ടേൺ എടുക്കണം, അല്ലെങ്കിൽ ഇത്ര ദൂരം സഞ്ചരിച്ച് എന്നുള്ള പല കാര്യങ്ങളൊക്കെ ലാൻഡ്മാർക്കുകളൊക്കെ പറഞ്ഞു കൊടുത്ത് നമ്മൾ അവരെ പറഞ്ഞയക്കാറുണ്ട്. ഇപ്പോൾ ഗൂഗിൾ മാപ്പിന്റെ ഒക്കെ സഹായത്തോടെ വലിയ പ്രയാസമില്ലാതെ കൃത്യസ്ഥാനത്ത് എത്തിച്ചേരാൻ നമുക്ക് കഴിയാറുമുണ്ട്. നമ്മൾ അതൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ടല്ലോ. എന്നാൽ അതൊന്നും വേണ്ട രീതിയിൽ പ്രയോജനപ്പെടാതെ വഴിയിൽ കുടുങ്ങിപ്പോയ ഒരാളെ കൃത്യസ്ഥാനത്ത് എത്തിക്കാൻ നമ്മൾ സ്വയമേ അവിടെ ചെന്ന് അവരെ കൂട്ടിക്കൊണ്ട് വരാറുണ്ട്, അല്ലെങ്കിൽ കൂട്ടിക്കൊണ്ട് പോകാറുണ്ട്. നമ്മുടെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ വഴി കുടുങ്ങിപ്പോയി, അവിടെ പറ്റി എനിക്കൊരു പിടിയും കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ആ സ്ഥലം ഏതെന്ന് ചോദിച്ച് അവിടെ പോയി അവരെ എടുത്തുകൊണ്ടുവരിക, അല്ലെങ്കിൽ അവരെ കൂട്ടിക്കൊണ്ടുവരിക, അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ. നമ്മുടെ ജീവിതത്തിൽ അത്തരം സംഭവങ്ങളൊക്കെ ധാരാളമായിട്ട് സംഭവിച്ചിട്ടുണ്ടാകും കഴിഞ്ഞ നാളുകളിലൊക്കെ. അതേസമയം വഴി കൃത്യമായി അറിയുന്ന ഒരു വ്യക്തിയുടെ യാത്രയെക്കുറിച്ച് നമ്മൾ ഒട്ടും തന്നെ പരിഭ്രമിക്കാറില്ല. നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങോട്ട് വരുന്നു എന്ന് പറയുമ്പോൾ ശരി, നേരെ ഇങ്ങ് വാഴ, അല്ലെങ്കിൽ വന്നേക്കെ, അല്ലെങ്കിൽ പോരെ എന്ന് പറഞ്ഞ് അവരുടെ ഇഷ്ടത്തിന് നാം അവരെ വിടാറുണ്ട്. കുറെയൊക്കെ വൈകിയാൽ മാത്രം എന്ത് പറ്റി എന്ന് ഇടയ്ക്കൊന്ന് വിളിച്ചു ചോദിക്കുന്നതിനപ്പുറത്തേക്ക് നമ്മുടെ ചിന്തകളൊന്നും പോകാറില്ല. അതിനപ്പുറത്തേക്കൊന്നും നമ്മൾ അതിനെക്കുറിച്ച് ഭാരപ്പെടുകയോ പരിഭ്രമിക്കുകയോ ഒന്നും ചെയ്യാറില്ല. കർത്താവ് പോകുന്ന ഇടത്തേക്കുള്ള വഴി അറിയുന്നു എന്ന് പറയുന്ന ഒരു കൂട്ടത്തെ കർത്താവിന്റെ അടുക്കിലേക്ക് കൊണ്ടുപോകാൻ കർത്താവ് തന്നെ വരുന്നു എന്ന് പറയുന്നതിൽ ചില ആത്മീയ ചിന്തകൾ അടങ്ങിയിട്ടുണ്ട്. ഓരോ ക്രിസ്ത്യാനിയും ഈ ഭൂമിയിലുള്ള അവരവരുടെ ഓട്ടം പൂർത്തീകരിക്കുമ്പോൾ നേരെ അങ്ങ് സ്വയമേ കയറി ചെല്ലാവുന്ന ഒരു സാഹചര്യമല്ല ഇവിടെ വിശദീകരിക്കുന്നു എന്നുള്ളത് ആദ്യമേ മനസ്സിലാക്കുക.
മനസ്സിലാക്കുക. അത് ഞാൻ വിശദീകരിക്കാതെ തന്നെ പറയാമല്ലോ. നമ്മുടെ ഓട്ടമോടി വിശ്വാസത്തിന്റെ അതൊക്കെ പൂർത്തീകരിക്കുമ്പോൾ, അല്ലെങ്കിൽ കർത്താവ് വരുമ്പോൾ, അല്ലെങ്കിൽ ആ സമയമാകുമ്പോൾ നമ്മൾ നേരെയൊക്കെ നമ്മുടെ ഓട്ടമൊക്കെ കഴിഞ്ഞ് എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഓടി ചെല്ലുന്ന ഒരു സാഹചര്യത്തിലല്ല കർത്താവിന്റെ വരവിന്റെ കാര്യങ്ങളും അല്ലെങ്കിൽ അതിനോടുകൂടിയുള്ള ആ ദൈവഹിതങ്ങളൊക്കെ എന്ന് നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണല്ലോ. ഇവിടെ ഈ വേദഭാഗം വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന അതേ സംശയം ശിഷ്യന്മാർക്കും തോന്നിയിരുന്നു. ആദ്യം ശിഷ്യനായ തോമസ് അത് കർത്താവിനോട് ചോദിക്കുകയും ചെയ്തു. അതിന്റെ 5-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, തോമസ് അവനോട്, കർത്താവെ, നീ എവിടെ പോകുന്നെന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയുമെന്ന് പറഞ്ഞു. കർത്താവിന്റെ മറുപടി തുടർന്നുള്ള വാക്യങ്ങളിൽ കാണുന്നുണ്ടെങ്കിലും അവരുടെ സംശയങ്ങൾ തീർന്നിരുന്നില്ല, അല്ലെങ്കിൽ പിന്നെയും ആ സംശയങ്ങളോടെയായിരുന്നു അവർ ആയിരുന്നത്. ആദ്യം യേശുക്രിസ്തു നൽകിയ ആ തുടർന്ന് അല്ലെങ്കിൽ തോമസിന്റെ ചോദ്യത്തിന് നൽകിയ മറുപടി എന്താണെന്ന് നോക്കാം. അതിന് 6-7 വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നുണ്ട്, യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. നിങ്ങൾ എന്നെ അറിഞ്ഞുവെങ്കിൽ എന്റെ പിതാവിനെയും അറിയുമായിരുന്നു. ഇന്നു മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, അവനെ കണ്ടുമിരിക്കുന്നു എന്ന് പറഞ്ഞു. ക്രിസ്തുയേശുവിനെ അറിയുക, ക്രിസ്തുവിനെ അനുഗമിക്കുക, ക്രിസ്തീയ മാർഗം പിന്തുടരുക എന്നതിനൊക്കെ ഒരു കൃത്യമായ വിശദീകരണമാണ് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല എന്ന പ്രസ്താവനയിലൂടെ യേശു കർത്താവ് നൽകുന്നത്. അതൊന്നും കൂടുതൽ വിശദീകരിക്കേണ്ട, നമുക്കതൊക്കെ വളരെ നന്നായി അറിയുകയും നമ്മൾ വളരെ പഠിക്കുകയും ഒക്കെ നമ്മുടെ ഓർമ്മയിലൊക്കെ സൂക്ഷിക്കുന്ന ഒരു കാര്യമാണല്ലോ. ഈ ലോകത്തിലെ കാഴ്ചകൾ മാത്രം കണ്ട് ഈ ലോകത്തിലെ രാജാക്കന്മാരെയും അവരുടെ കൊട്ടാരങ്ങളെയും കുറിച്ച് കേൾക്കുകയും അവരുടെ അധികാരത്തെക്കുറിച്ചും പല അറിവുകളുമുള്ള ശിഷ്യർക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാവുന്നതായിരുന്നല്ല സൃഷ്ടികർത്താവ് സ്വർഗത്തിൽ പണിവഴിക്കുന്ന ആ കൊട്ടാരവും അവിടേക്ക് അവരെ കൊണ്ടുപോകും എന്നുള്ളത്. നമ്മൾ പല മ്യൂസിയത്തിലും പല കൊട്ടാരത്തിലും അങ്ങനെയുള്ളിടത്തൊക്കെ നമ്മൾ കയറി കണ്ട് അവിടെയൊക്കെയുള്ള അവരുടെ ആ കാലത്തുണ്ടായിരുന്ന രാജാക്കന്മാരുടെ ഭാഗ്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുകയൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അന്നേരം ഇതിനൊക്കെ അപ്പുറത്ത് മനോഹരമായ ദൈവത്തിന്റെ നിർമ്മിതിയായ ആ കൊട്ടാരത്തിലേക്ക് ഈ ശിഷ്യന്മാരെ അല്ലെങ്കിൽ ഈ ശിഷ്യന്മാരെ കുറിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ച് ഓർക്കുന്നുണ്ടല്ലോ. അവർ ഈ ലോകത്തിലെ കാര്യങ്ങൾ, ഈ ലോകത്തിലെ രാജ്യത്വങ്ങൾ അതൊക്കെ ചിന്തിച്ചിരുന്നപ്പോൾ ദൈവമുണ്ടാക്കുന്ന ആ കൊട്ടാരത്തിലേക്ക്, തന്റെ വാസസ്ഥലത്തിലേക്ക് കർത്താവ് അവരെ കൂട്ടിക്കൊണ്ടു പോകും എന്നുള്ളത് പലപ്പോഴും നമ്മളത് കേൾക്കുമ്പോൾ ഒരു ക്ലീശ എന്നതുപോലെ ഒരു ചെവിയിൽ കൂടെ കേട്ട് മറ്റേ ചെവിയിൽ കൂടെ ഗൗരവമില്ലാതെ പോകുമ്പോൾ ഈ ശിഷ്യന്മാർക്ക് അത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയാത്ത അല്ലെങ്കിൽ അത്രയും വലിയൊരു കാര്യമാണ് അതവിടെ പറയുന്നത് എന്നുള്ളത് പ്രിയമുള്ളവരെ നമുക്ക് മനസ്സിലാക്കാം. പ്രിയമുള്ളവരുടെ ഇവിടെ ഭൗതികമായ കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ ഒന്നിന്റെ കാര്യങ്ങളോട് ചേർത്ത് ഞാൻ പറയട്ടെ. ഭൗതികമായ അധികാരങ്ങളൊന്നും യേശുക്രിസ്തു അധികം ഉപയോഗിച്ചില്ലെങ്കിലും യേശു കർത്താവിന്റെ ഭൗതിക ആത്മീയ അധികാരത്തെ കുറിച്ച് ഈ ശിഷ്യന്മാർക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. ആ കർത്താവ് പറയുന്ന കാര്യങ്ങൾ സംഭവിക്കുമെന്നും കർത്താവിന് അതിനുമേലൊക്കെ അധികാരമുണ്ടെന്നുള്ളതൊക്കെ അവർക്ക് നല്ല അറിവുണ്ടായിരുന്നു. കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുക, അതുപോലെ തന്നെ കുഷ്ഠരോഗികളെ, അന്ധന്മാരെ, ഭൂതബാധിതരെ, അങ്ങനെ ഒരിക്കലും സൗഖ്യമാകില്ല എന്ന് കരുതിയ രോഗങ്ങളെ യേശുക്രിസ്തു സൗഖ്യമാക്കിയത് നേരിട്ട് കണ്ടവരാണ് ശിഷ്യന്മാർ. അവരുടെ കൺമുൻപിൽ സംഭവിച്ചു. കുഷ്ഠരോഗം കൊണ്ട്, വ്രണങ്ങൾ കൊണ്ട് വികൃതമായ രൂപം വളരെ മനോഹരമായി കോമളത്വമുള്ള രൂപമായി മാറുന്നത് അവരുടെ കണ്ണിന് മുമ്പിൽ നേരിട്ട് കണ്ടതാണ്. അതുപോലെ ലാസറെ പുറത്തു വരിക എന്ന ശബ്ദത്തിന് മുന്നിൽ മരിച്ച് 4 ദിവസം കഴിഞ്ഞ ലാസർ ജീവൻ പ്രാപിച്ചു വരുന്നതും അവരുടെ മുമ്പിൽ വെച്ചായിരുന്നു. അവരതെല്ലാം കണ്ടതാണ്. അതുപോലെ തന്നെ മറ്റൊരു സന്ദർഭത്തിൽ വിശന്ന് അടുത്ത് ചെന്ന അത്തിമരത്തിൽ ഫലമില്ലാതിരുന്നതും അടുത്ത ദിവസം അത് ഉണങ്ങിപ്പോയതും ശിഷ്യന്മാർ ഭയത്തോടെയും അത്ഭുതത്തോടെയും കണ്ടതായിരുന്നു. ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ അവരുണ്ട്. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ അധികാരത്തെക്കുറിച്ച് അവർക്ക് ഒരു സംശയം ഉണ്ടായിരുന്നില്ല. യേശുക്രിസ്തു എന്തുകൊണ്ട് ഭൗതിക തലത്തിൽ തന്റെ അധികാരം അധികം പ്രയോഗിച്ചില്ല എന്നതൊരു പക്ഷെ അവർക്ക് കൗതുകമായിരിക്കാം. കാരണം ഒരു രാജ്യത്വം ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ രാജാക്കന്മാരെ കീഴടക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും കർത്താവ് കടന്നില്ല. അതൊക്കെ ഒരുപക്ഷെ അവരത് ആഗ്രഹിച്ചിരുന്നെങ്കിലും അത് അങ്ങനെ സംഭവിച്ചില്ലാത്തത് കൊണ്ട് അത് അവരുടെ ജീവിതത്തിൽ ഒരു കൗതുകമായിരിക്കാം. എങ്കിലും യേശു കർത്താവിന്റെ അധികാരങ്ങളെ കുറിച്ച് അധികം എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ആ പരമാധികാരം, ദൈവത്തിന്റെ സർവശക്തി, അതിനെക്കുറിച്ചൊന്നും അത്രയും അറിയില്ല പോലും യേശു കർത്താവ് തന്റെ സ്വർഗീയ അധികാരത്തെ ഉപയോഗിക്കുന്നത് അവർ കണ്ടിരുന്നു. ആ സ്വർഗീയ അധികാരത്തെ ഉപയോഗിക്കാൻ അവന് കഴിയുമായിരുന്നു, അല്ലെങ്കിൽ അതിന്റെയൊക്കെ ഉടമയായിരുന്നു എന്നുള്ളത് അവർ മനസ്സിലാക്കിയിരുന്നു. അവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത്ര ശക്തനാണ് യേശുക്രിസ്തു എന്നും അവർ മനസ്സിലാക്കിയിരുന്നു. കാരണം അവർക്ക് കഴിയാത്തതിനെ, അല്ലെങ്കിൽ അവരെ നിയോഗം കൊടുത്ത് പറഞ്ഞു വിടുമ്പോൾ അവർക്ക് കഴിയാത്തത് കർത്താവിന്റെ അടുക്കൽ കൊണ്ടുവരുന്നത് കാണാൻ കഴിയുമായിരുന്നു. ഏതൊരു കാര്യവും ധൈര്യത്തോടെ കർത്താവിന്റെ അടുക്കിലേക്ക് അവർ കൂട്ടിക്കൊണ്ടുവരുമ്പോൾ കർത്താവ് അതിന് പരിഹാരമുണ്ടാക്കും എന്നുള്ള ഒരു നല്ല ഉറപ്പ് അവർക്കുണ്ടായിരുന്നു. അതായത് അവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത്ര ശക്തനാണ്, സർവശക്തനാണ് യേശുക്രിസ്തു എന്ന് അവർ മനസ്സിലാക്കിയിരുന്നു. കർത്താവിനെ അനുഗമിച്ചവരിൽ
പലരും തന്നെ വിട്ടുപോയപ്പോൾ യേശുക്രിസ്തു തന്റെ കൂടെ ഉണ്ടായിരുന്ന 12 നിങ്ങൾക്കും പോയിക്കൊള്ളുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ച വേദഭാഗം നമുക്കറിയാം. അതിന് മറുപടിയായി ശീമോൻ പത്രോസ്, കർത്താവെ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട് എന്ന് പറഞ്ഞ ആ ആത്മീയ ശക്തി തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്, ആ തിരിച്ചറിവ് അവരുടെ ഉള്ളങ്ങളിൽ ഉള്ളത് കൊണ്ടാണ് പത്രോസ് വളരെ ധൈര്യത്തോടെ, നിത്യജീവന്റെ നിന്റെ വചനങ്ങൾ നിന്നുണ്ട്, വേറെ ആരുടെ അടുക്കൽ പോയിട്ടും ഒരു കാര്യവുമില്ല എന്നുള്ള കാര്യം സമ്മതത്തോ അല്ലെങ്കിൽ അത് പൂർണ്ണമായും സമ്മതിച്ചുകൊണ്ട് പത്രോസ് കർത്താവിനോട് ആ കാര്യങ്ങൾ പറയുന്നത്. ഒരു ദിവസം തന്നെക്കുറിച്ച് തന്റെ ശിഷ്യന്മാർ എത്രമാത്രം മനസ്സിലാക്കി എന്നതിനെ കുറിച്ച് കർത്താവ് തന്നെ അവരോട് ചോദിച്ച ഒരു സന്ദർഭം മത്തായിയുടെ സുവിശേഷത്തിലെ 16-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. ആ വേദഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാം. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 13 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. 13 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. യേശു ഫിലിപ്പിന്റെ കൈസരിയുടെ പ്രദേശത്ത് എത്തിയ ശേഷം തന്റെ ശിഷ്യന്മാരോട്, ജനങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നെന്ന് ചോദിച്ചു. ചിലർ യോഹന്നാൻ സ്നാപകനെന്നും മറ്റു ചിലർ ഏലിയാവെന്നും വേറെ ചിലർ ഇരമ്യാവോ പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്നും പറയുന്നു എന്ന് അവർ പറഞ്ഞു. കർത്താവ് ചോദിക്കുകയാണ്, നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നു എന്ന് അവൻ ചോദിച്ചതിന് ശീമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ബെറിയോന ശീമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവ് അത്രേ നിനക്ക് ഇത് വെളിപ്പെടുത്തിയത്. നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്ന് ഉത്തരം പറഞ്ഞു. പിന്നെ താൻ ക്രിസ്തുവാകുമെന്ന് ആരോടും പറയാതിരിപ്പാൻ ശിഷ്യന്മാരോട് കൽപ്പിച്ചു. നമ്മൾ പല പ്രാവശ്യവും പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ള, വായിച്ചിട്ടുള്ള, എങ്കിൽ കൃത്യമായ ചില ഉത്തരങ്ങൾ ഇല്ലാത്ത ഒരു വേദഭാഗമാണ് ഇതെന്ന് നമുക്കറിയാം. പലപ്പോഴും നീ പത്രോസ് ആകുന്നു, പാറമേൽ ഞാൻ സഭയെ പണിയും എന്നുള്ളവരൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള പ്രസംഗങ്ങളൊക്കെ അതിനൊരു കൃത്യമായ ഒരു ഉത്തരമായിരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയട്ടെ. അങ്ങനെ ആയിരുന്നല്ലോ നമ്മളും നമ്മുടെ ഒക്കെ അനുഭവത്തിൽ അങ്ങനെ ഒരു കൃത്യമായ ഉത്തരമില്ലാത്ത രീതിയിലൊക്കെ ആയിരുന്നു നാം കേട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ. ഇന്ന് രാത്രി നമുക്ക് ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ ചിലത് ചിന്തിപ്പാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ മുമ്പ് സൂചിപ്പിച്ചിരുന്നത് പോലെ ക്രിസ്തീയ മാർഗത്തിന്റെ കേന്ദ്ര വ്യക്തി കർത്താവായ യേശുക്രിസ്തു ആണ്. അതായത് യേശുക്രിസ്തു ഇല്ലെങ്കിൽ ക്രിസ്തീയ മാർഗമില്ല, അല്ലെങ്കിൽ ക്രിസ്ത്യാനിത്വമില്ല, അല്ലെങ്കിൽ ക്രിസ്തു മതമില്ല. കേന്ദ്രീയ വ്യക്തി എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തു ആണ്. മറ്റൊരു വിധം, അതായത് ഞാൻ പറഞ്ഞതിന് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ യേശുക്രിസ്തു ഇല്ലെങ്കിൽ ക്രിസ്തു മതം എന്നില്ല, അല്ലെങ്കിൽ മറ്റൊന്നും അങ്ങനെയുള്ള ഒരു കാര്യവും ഇല്ല എന്ന് നമുക്ക് കാണുന്നുണ്ട്. ഇവിടെ കർത്താവില്ലെങ്കിൽ എന്ന് പറയുമ്പോൾ കുറെ പ്രസംഗങ്ങൾ കൊണ്ട്, കുറെ തത്വങ്ങൾ കൊണ്ട് കർത്താവ് ഗിരിപ്രഭാഷണം നടത്തി. ഗിരിപ്രഭാഷണമൊക്കെ നമുക്ക് വളരെ ഇഷ്ടമാണ്. പക്ഷെ ആ ഗിരിപ്രഭാഷണങ്ങൾ പോലെ വേറൊരു വ്യക്തി പറഞ്ഞുകൊണ്ട് ഈ ക്രിസ്തു മതമോ ക്രിസ്ത്യാനിത്വമോ സ്ഥാപിക്കപ്പെടുവാൻ ഒരു സാധ്യതയുമില്ല. അത് കർത്താവ് തന്നെ സ്ഥാപിച്ചതാണ്. മാത്രമല്ല, മനുഷ്യന്റെ ഈ ലോകത്തിലെ മരണത്തോടു കൂടിയോ അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ തന്നെ അവസാനത്തോടു കൂടിയോ ഇല്ലാതാകുന്ന ഒന്നല്ല ഒരു ക്രിസ്ത്യാനിയുടെ ക്രിസ്ത്യ ജീവിതം. പലപ്പോഴും ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പല കാര്യങ്ങളെയൊക്കെ ആശ്രയിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവരുടെയൊക്കെ, അല്ലെങ്കിൽ ദൈവികമായ കാര്യങ്ങളിലൊക്കെ, വിവിധ മതത്തിലുള്ള വിവിധ കാര്യങ്ങളിലോ അല്ലെങ്കിൽ വിവിധ ക്രൈസ്തവ വിഭാഗങ്ങളിലുള്ളവർ ദൈവിക കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് ആ മരണത്തോടുകൂടി അവരുടെ ആ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം അവസാനിക്കുകയാണെങ്കിൽ അതുകൊണ്ടൊരു അർത്ഥമില്ല. അതുപോലെ തന്നെ ക്രിസ്ത്യാനിത്വത്തെ കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ കർത്താവിനെ അനുഗമിക്കുക എന്ന് പറയുമ്പോൾ ഈ ലോകത്തിലെ അങ്ങനെ ഒരു മരണത്തോടുകൂടി അവസാനിക്കുന്ന ഒന്നല്ല. അതുമല്ല, ഈ ലോകത്തിന്റെ തന്നെ അവസാനത്തോടുകൂടി അവസാനിക്കുന്ന ഒരു ജീവിതമല്ല ഒരു ക്രിസ്ത്യാനിയുടെ ക്രിസ്തീയ ജീവിതം. അത് അനന്തകാലം, അതായത് നിത്യതയിലും തുടരുന്നതാണ് ആ ക്രിസ്ത്യ ജീവിതം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അത് നമ്മുടെ ഒരു പ്രത്യാശയല്ല. നമ്മൾ അതിനെക്കുറിച്ചൊക്കെ അറിവുള്ളവരാണല്ലോ. അതിനുവേണ്ടി എന്തെങ്കിലും കുറെ പ്രത്യയശാസ്ത്രങ്ങൾ അവതരിച്ച് അതിനെ പിന്തുടരാനല്ല കർത്താവ് പറഞ്ഞത്. തന്നിൽ വിശ്വസിച്ച് അടുത്തു വരുന്ന സകലരുടെയും പാപങ്ങൾക്കുള്ള ശരിയായ പാപപരിഹാരം അവൻ നടത്തി, അവൻ ചെയ്തെടുത്തു എന്നുള്ളത് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പരിശുദ്ധനായ പിതാവിന്റെ മുമ്പിൽ നിൽക്കുവാനുള്ള പ്രാഗൽഭ്യവും ഭാഗ്യവും നിസ്സാരന്മാരായ മനുഷ്യന് ക്രിസ്തുയേശുവിൽ കൂടി ലഭിച്ചു. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അത് പരിശുദ്ധനായ പിതാവ് എന്നുള്ളതിനെ കുറിച്ച് ചില ആഴ്ചകൾക്ക് മുമ്പ് നമ്മൾ ചിന്തിച്ചതാണ്. ആ പിതാവിന്റെ മുമ്പിൽ നിൽക്കുവാനുള്ള പ്രാഗൽഭ്യം, ആ പിതാവിന്റെ മുമ്പിൽ നിൽക്കുവാനുള്ള ഭാഗ്യം നിസ്സാരന്മാരായ നശിച്ചു പോകുന്ന ദ്രവത്വമുള്ള ഈ നമുക്ക് ലഭിച്ചു എന്നുള്ളതാണ്. അത് ക്രിസ്തുയേശുവിൽ കൂടിയാണ് നമുക്ക് ലഭിച്ചത്. നമ്മളിപ്പോൾ വായിച്ച വേദഭാഗത്തെ ചുരുക്കമായി ഒന്ന് വിശദീകരിക്കുകയാണെങ്കിൽ, യേശുവിനെ അനുഗമിക്കുന്നവർ യേശു ക്രിസ്തു ആരാണെന്നും അവൻ എന്താണ് ചെയ്യുന്നതെന്നും അറിയുന്നതാണ്. അത് അറിയണമെന്നുള്ളതാണ് അതിന്റെ ഒരു ചുരുക്കമായി 1-2 ലൈനിൽ പറയുകയാണെങ്കിൽ ആ വാക്യത്തെ, അല്ലെങ്കിൽ ഇത്രയും പറഞ്ഞ ആ വേദഭാഗത്തെ അങ്ങനെ ചുരുക്കമായി നമുക്ക് വിശദീകരിക്കാൻ കഴിയും.
ഇത് യേശുവും ശിഷ്യന്മാരും മാത്രമുള്ളപ്പോൾ നടന്നൊരു സ്വകാര്യ സംഭാഷണമായിരുന്നു. കാരണം മറ്റുള്ള വേറെ ആരും അവിടെ അടുപ്പിച്ചില്ല. അന്നേരം അല്ലെങ്കിൽ വേറെ ആരും അവിടെ ഉണ്ടായിരുന്നില്ല. അവർ പറയുമ്പോൾ കർത്താവ് പറയുന്നത് ശിഷ്യന്മാരോട് മറ്റുള്ളവർ എന്ന് പറയുമ്പോൾ അവരുടെ ഒരു ആ സീക്രസി അല്ലെങ്കിൽ ആ പ്രൈവസി നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. യേശുക്രിസ്തു ആരാണെന്നുള്ള ചോദ്യത്തിന് യേശുവിന്റെ അടുക്കൽ വന്നുകൂടിയ ജനങ്ങളുടെ മറുപടി ശിഷ്യന്മാർ കർത്താവിനോട് പറയുന്നതും അവിടെ കൊടുത്തിട്ട് നമ്മളത് വായിച്ചല്ലോ. അവർ പറഞ്ഞത് ചിലർ യോഹന്നാൻ സ്നാപകൻ എന്നും മറ്റു ചിലർ ഏലിയാവെന്നും വേറെ ചിലർ ഇരമ്യാവോ പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്നൊക്കെയാണ് കരുതുന്നതെന്ന് ശിഷ്യന്മാർ കർത്താവിനെ അറിയിച്ചു. അങ്ങനെയൊക്കെ കരുതാൻ ആ ജനങ്ങൾക്ക് നിരവധി കാരണങ്ങൾ ഉണ്ടായിരുന്നു. നിരവധി കാരണങ്ങൾ, നിരവധി അവരുടെ പാരമ്പര്യങ്ങൾ അനുസരിച്ച്, അവരുടെ കയ്യിലുള്ള അവരുടെ വിശ്വാസം അനുസരിച്ച്, അവരുടെ പ്രതീക്ഷ അനുസരിച്ച് പല കാരണങ്ങളുണ്ടായിരുന്നു. യോഹന്നാൻ സ്നാപകൻ ചില നാളുകൾക്ക് മുമ്പ്, അതായത് കർത്താവ് ഈ ശുശ്രൂഷകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ചില നാളുകൾക്ക് മുമ്പ് അവിടുത്തെ രാജാവായ ഹെരോദാവിന്റെ കൽപ്പനയാൽ കൊല്ലപ്പെട്ടതാണ്. അതിന്റെ ചരിത്രം നമുക്കറിയാമല്ലോ. യഥാർത്ഥത്തിൽ ഹെരോദാവ് യോഹന്നാനെയും അവന്റെ പ്രസംഗത്തെയും ഭയപ്പെട്ടിരുന്നതിന്റെ കാരണവും നമുക്കറിയാം. പുറമേ സമ്മതിച്ചു കൊടുക്കാനാവാത്ത ആ കുറ്റബോധത്തിൽ യേശുവിന്റെ പഠിപ്പിക്കലുകളെ കുറിച്ച് കേട്ടപ്പോൾ യോഹന്നാൻ വീണ്ടും വന്നതാണോ എന്ന് ഹെരോദാവും അവന്റെ അനുയായികളും ചിന്തിക്കാൻ തുടങ്ങി. കാരണം അവനെ കുറ്റപ്പെടുത്തിയ, അവനോട് ചോദ്യം ചെയ്ത, അല്ലെങ്കിൽ അവന്റെ മോറൽ ലൈഫിനെ ചോദ്യം ചെയ്ത ചില പ്രസംഗങ്ങളും ചില വാക്യങ്ങളും ഒക്കെ യോഹന്നാൻ വിളിച്ചു പറഞ്ഞപ്പോൾ യോഹന്നാനെ കൊല ചെയ്തുകൊണ്ട് അത് തീർന്നു. പക്ഷെ പിന്നെയും കർത്താവ് വന്ന് അതേ സന്ദേശങ്ങൾ, ആ മാനസാന്തരത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അത്ഭുതം ചെയ്യുന്നത് കേട്ടപ്പോൾ യോഹന്നാൻ തന്നെയാണോ എന്നുള്ളത് അവനും അവന്റെ അനുയായികളും ചിന്തിപ്പാൻ തുടങ്ങി എന്നത് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ജനങ്ങളുടെ ഇടയിലുള്ള രണ്ടാമത്തെ അഭ്യൂഹം ഏലിയാവ് എന്നായിരുന്നു. അതിന് പ്രധാനമായും കാരണമായത് പഴയ നിയമത്തിലെ അവസാന പ്രവചനമായ മലാഖിയിലെ ചില വാക്യങ്ങളായിരുന്നു. ആ മലാഖി പ്രവചനം എടുക്കുമ്പോൾ അതിന്റെ 4-ാം അധ്യായത്തിന്റെ 5-6 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്: യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഏലിയാ പ്രവാചകനെ അയക്കും. ഞാൻ വന്ന് ഭൂമിയെ സംഹാര ശബ്ദം കൊണ്ട് ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ അപ്പന്മാരുടെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയം അപ്പന്മാരോടും നിരപ്പിക്കുമെന്നുള്ള ആ ഒരു വചനത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രവാചകനായിരുന്നു ഏലിയാ പ്രവാചകൻ. അതുകൊണ്ട് കർത്താവ് ഏലിയാ പ്രവാചകനായിരിക്കുമെന്ന് ആ ജനം അങ്ങനെ ചിന്തിച്ചിരുന്നു. ഈ പ്രവചന വാക്യങ്ങൾ പ്രകാരം യഹൂദജനം കാത്തിരുന്ന മറ്റൊരു വ്യക്തി തന്നെയായിരുന്നു ഏലിയാവ്. അതുകൊണ്ടായിരുന്നു അവർ അങ്ങനെ കാത്തിരുന്നത്. ഇനി അടുത്തു വരുമ്പോൾ യഹൂദ ജനത്തിന്റെ ബാബിലോണിലെ പ്രവാസത്തെക്കുറിച്ചും പിന്നീട് അവിടുന്ന് വിടുവിക്കപ്പെടുന്നതിനെ കുറിച്ചും പ്രവചിച്ച ഒരു പ്രവാചകനായിരുന്നു ഇരമ്യാവ്. ഇരമ്യാവിന്റെ പ്രവചന പുസ്തകത്തിൽ അവർ പ്രവാസത്തിലേക്ക് പോകും, അത് ചില വർഷങ്ങൾ 70 വർഷങ്ങൾ കഴിഞ്ഞ് അവർ മടങ്ങി വരുമെന്നുള്ള പ്രവചനങ്ങളൊക്കെ അതിലൂടെ കാണാൻ കഴിയുന്നുണ്ട്. ദാനിയേൽ പ്രവാചകൻ ബാബിലോണിലായിരുന്നപ്പോൾ ഇരമ്യാ പ്രവാചകന്റെ പ്രവചന പ്രകാരമുള്ള പ്രവാസകാലം തികഞ്ഞപ്പോൾ ഇസ്രായേലിന്റെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിച്ചു എന്നതൊക്കെ നമുക്കറിയാം. അന്നേരം ആ ഒരു പ്രവചന കാര്യങ്ങളൊക്കെ ചെയ്തത് ഇരമ്യാ പ്രവാചകനായിരുന്നു. അതുപോലെ പഴയ നിയമകാലത്ത് രചിക്കപ്പെട്ട ഒരു ഇതര കാനോൻ ഗ്രന്ഥമായ 2 മക്കാബിയറിൽ ഇരമ്യാവിനെ കുറിച്ചൊരു പരാമർശമുണ്ട്. അതുകൊണ്ടാണ് അവർ കർത്താവായ യേശുക്രിസ്തു ഇരമ്യാവാണോ എന്ന് ചിന്തിക്കുവാൻ ഒരു കാരണമായി തീർന്നത്. നമുക്കറിയാം, പഴയ നിയമത്തിലുള്ള സമാഗമന കൂടാരത്തിൽ, അല്ലെങ്കിൽ പഴയ നിയമത്തിൽ ശലോമോൻ പണി കഴിച്ച ആ ദേവാലയത്തിൽ അതിനുള്ളിൽ ഒരു പെട്ടകമുണ്ടായിരുന്നു, ധൂപപീഠം ഉണ്ടായിരുന്നു, അങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഉണ്ടായിരിക്കുന്ന അവരുടെ സമാഗമന കൂടാരത്തിലോ ദേവാലയത്തിലോ, അല്ലെങ്കിൽ ഹെരോദാവിന്റെ കാലത്തുണ്ടായിരുന്നോ ആ കാലത്തുണ്ടായിരുന്ന അതിൻ്റെ ഒക്കെ ആ പെട്ടകം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം. അവിടെ അതിനോട് ചേർത്ത് 2 മക്കാബിയർ, അത് ഇതര കാനോൻ ഗ്രന്ഥമാണ്, നമ്മുടെ ബൈബിളിൽ ഇല്ലാത്ത ഒരു പുസ്തകമാണ്. ആ പുസ്തകത്തിൽ ചരിത്ര രേഖ എന്ന രീതിയിൽ അതിലൊരു കാര്യം വായിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അതിലിങ്ങനെ പറഞ്ഞിരിക്കുന്ന ഇതാണ്: ബാബിലോൺ യെരുശലേമിനെ ആക്രമിച്ചപ്പോൾ ദേവാലയത്തിൽ ഉണ്ടായിരുന്ന നിയമപ്പെട്ടകവും കൂടാരവും ഇരമ്യാ പ്രവാചകന്റെ നിർദ്ദേശപ്രകാരം എടുത്തുകൊണ്ട് ചിലർ അദ്ദേഹത്തിന്റെ കൂടെ പോയി. പ്രിയമുള്ളവരെ, അതിലുള്ള ആത്മീയ കാര്യങ്ങളൊന്നും ചിന്തിക്കണം. അവരുടെ വിശ്വാസം എന്തുകൊണ്ട് അവർ ഇരമ്യാവെന്ന് ചിന്തിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ കാര്യങ്ങളോട് ഒന്ന് പറഞ്ഞു പോകുന്നത്. അങ്ങനെ കൂടെ പോയപ്പോൾ മോശ പണ്ട് കയറിപ്പോയ പർവ്വതത്തിൽ അവർ എത്തിയപ്പോൾ കർത്താവിന്റെ അവകാശ സ്ഥാനം അവിടെ അദ്ദേഹം കണ്ടെത്തി, ഇരമ്യാവ് കണ്ടെത്തി എന്നാണ് ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ ഒരു ഗുഹാമന്ദിരം കണ്ട് അദ്ദേഹം അതിൽ പ്രവേശിച്ച് കൂടാരവും പെട്ടകവും ധൂപപീഠവും അവിടെ സൂക്ഷിച്ചു വെച്ച് വാതിലും അടച്ചു അവർ മടങ്ങിപ്പോകുന്നു. അങ്ങനെ മടങ്ങിപ്പോകുന്നതിന് ശേഷം ഇരമ്യാവിനോടൊപ്പം ഒരുമിച്ച് പോയവരിൽ ചിലർ പിന്നീട് ആ സ്ഥലവും പോയ വഴിയും സ്ഥലവും അന്വേഷിച്ചെങ്കിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാണ് ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയത്. അത് ഇരമ്യാ പ്രവാചകൻ അതറിഞ്ഞ് അവരെ ശാസിച്ചു. ദൈവം തന്റെ ജനത്തെ, എന്നിട്ട് ഇരമ്യാ പ്രവാചകൻ അന്ന് ആ ജനത്തോട് ഇങ്ങനെ പറഞ്ഞു എന്നാണ് ആ മക്കാബിയറുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്:
ദൈവം തന്റെ ജനത്തെ ഒരുമിച്ച് ചേർത്ത് അവരോട് കരുണ ചെയ്യുന്ന കാലം വരെയും ആ സ്ഥലം അറിയപ്പെടുകയില്ല എന്നാണ് 2 മക്കാബ്യർ 2:4 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിലാണ് അത് കാണുന്നത്. ഓർക്കുക, ഈ ഇതര കാനൂനിക ഗ്രന്ഥങ്ങളെ തിരുവചനമായി യേശു കർത്താവോ ശിഷ്യന്മാരോ അംഗീകരിച്ചിരുന്നില്ല. നമ്മളും അതിനെ അംഗീകരിക്കുന്നില്ല എന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ. ഞാനത് കൂടുതൽ അധികം വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ബാബിലോണിയ പ്രവാസത്തിൽ നിന്നും മടങ്ങി വന്ന ഇസ്രായേൽ ജനതയ്ക്ക് മോശയുടെ കാലത്തുണ്ടാക്കപ്പെട്ട ആ പെട്ടകവും കൂടാരവും അതുവരെ കണ്ടെടുക്കാനായിരുന്നില്ല. അതുവരെ അവർക്ക് അതിനെക്കുറിച്ച് ഒരു അറിവും ഉണ്ടായിരുന്നില്ല. ആയതിനാൽ മഷികൈക യുഗത്തിന്റെ തുടക്കത്തിൽ കർത്താവായ യേശു ക്രിസ്തു മഷികയാണെന്ന് അവർ ചിന്തിച്ചിരുന്നില്ല. ശിഷ്യന്മാരും തന്നെ അനുഗമിച്ചവരൊക്കെ ചിന്തിച്ചു, എങ്കിലും യഹൂദന്മാർ അവർ അങ്ങനെ ചിന്തിച്ചിരുന്നില്ല. ആ മഷികൈക യുഗം അവർ പ്രതീക്ഷിച്ചിരുന്നു. അങ്ങനെയുള്ള ആ മഷികൈക യുഗത്തിന്റെ തുടക്കത്തിൽ അവരുടെ ദേവാലയത്തിലെ പെട്ടകം കണ്ടെടുത്ത് പുനഃസ്ഥാപിക്കുന്ന യിരെമ്യാ പ്രവാചകനായും അന്നുള്ള ജനം യേശു കർത്താവിനെ കണ്ടിരുന്നു, ചിന്തിച്ചിരുന്നു എന്ന് ആ തിരുവചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇനി അങ്ങനെ ഒരു പെട്ടകത്തെ കണ്ടെത്തേണ്ടതിന്റെ ആവശ്യമില്ല എന്ന് പുതിയ നിയമം നമ്മൾ പ്രബോധിപ്പിക്കുന്നുണ്ട്. നമുക്കത് അറിയാം. ഇന്ന് നമ്മുടെ ഉള്ളിൽ പഴയ നിയമത്തിൽ നാം വിശ്വസിക്കുന്നുണ്ട്, പുതിയ നിയമത്തിൽ നാം വിശ്വസിക്കുന്നുണ്ട്. നാം ആ രണ്ടും തിരുവചനമാണെന്നൊക്കെ നാം വിശ്വസിച്ച് പോകുമ്പോൾ തന്നെ ഇനി അങ്ങനെ ഒരു പെട്ടകം നമുക്കിനി അത് ആവശ്യമായി നമുക്ക് തോന്നുന്നില്ല. കാരണം ദൈവം ഇറങ്ങി വസിക്കുന്ന മന്ദിരമായി നാം ഓരോരുത്തരും തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. നാം ഓരോരുത്തരും അങ്ങനെ മാറ്റപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഇനിയൊരു പെട്ടകത്തിലേക്ക്, തിരുനിവാസത്തിലേക്ക് ദൈവം ഇറങ്ങി വരേണ്ടതിന് ആവശ്യമില്ല. പ്രിയമുള്ളവരെ, അതിനുള്ള പ്രാഗൽഭ്യവും പദവിയും ക്രിസ്തുവേശുവിൽ ആയിരിക്കുന്ന ഓരോ ദൈവ പൈതലിനുമുണ്ട്. നമുക്ക് ആ പെട്ടകമില്ലാതെ, നമുക്ക് അങ്ങനെ ഒരു സാഹചര്യമില്ലാതെ കർത്താവിന്റെ സാന്നിധ്യത്തിലേക്ക് കടന്നു ചെല്ലുവാൻ, കർത്താവ് നമ്മുടെ ഉള്ളങ്ങളിലേക്ക് വരുവാൻ, നമ്മിൽ വസിക്കുവാനുള്ള ഒരു വലിയ പദവി നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടെന്നുള്ളത് നാം അറിയാതെ പോകരുത്. ഇനി അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു പെട്ടകം കണ്ടെത്തേണ്ടതിന് ആവശ്യമില്ല. പക്ഷേ അവർ അതിനുവേണ്ടി കാത്തിരുന്നു. അങ്ങനെയുള്ള മറ്റു പല പാരമ്പര്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ യേശു കർത്താവിനെ മറ്റു പല പ്രവാചകന്മാരായി അങ്ങനെ ഓരോ കൂട്ടങ്ങൾ ചിന്തിച്ചിരുന്നു എന്നുള്ളതാണ് ഇവിടെ ശിഷ്യന്മാർ കർത്താവിനെ അറിയിക്കുന്നത്. എന്നാൽ ഏറ്റവും അതിശയിപ്പിക്കുന്ന കാര്യം, ഈ ശിഷ്യന്മാരോട് ചോദിക്കുമ്പോൾ അവർ ഏലിയാവായിട്ടും യോഹന്നാൻ സ്നാപകനായിട്ടും യെരമ്യാവായിട്ടും മറ്റു പ്രവാചകന്മാരായൊക്കെ പറയുമ്പോൾ തങ്ങളുടെ അടുത്ത് വന്നത് യഥാർത്ഥ മെഷിയ തന്നെയാണെന്ന് ആരും മനസ്സിലാക്കിയില്ല. ഒരു മനുഷ്യൻ പോലും അവിടെ പറഞ്ഞില്ല എന്ന് നമുക്ക് കാണുന്നുണ്ട്. പ്രത്യക്ഷത്തിൽ യേശുക്രിസ്തുവിന്റെ ജീവിതം ആരുടെയും മഷിക പ്രതീക്ഷകൾക്ക് അനുസൃതമായിരുന്നില്ല. അവർ പ്രതീക്ഷിച്ച ഒരു മഷിയെ പോലെയോ അവർ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു രാജാവിനെ പോലെ അല്ലായിരുന്നു അവൻ ജീവിച്ചിരുന്നത്. അവൻ ഏറ്റവും ദരിദ്രനായി, അതായത് കുഷ്ഠരോഗികളോടും പാപികളോടും ചുങ്കക്കാരോടും കൂടി ഒക്കെ അവനായിരുന്നു എന്നുള്ളത് അറിയാമല്ലോ. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള ഒരു ജീവിതത്തിൽ അവർക്ക് ഒരു മഷികയെ കാണുവാൻ അവർക്ക് ആർക്കും കഴിഞ്ഞില്ല. എന്നാൽ ഒരു പ്രവാചകനാണ്, ഒരു ദൈവിക മനുഷ്യനാണെന്നൊക്കെ അവർ ചിന്തിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ അതിനെ, ആ ശിഷ്യന്മാരുടെ അടുക്കൽ പറഞ്ഞ ആ വാക്കുകളെ അതിനെ ഒന്നും തിരുത്തിക്കാൻ ഒന്നും മുതിരാതെ ശിഷ്യന്മാർ തന്നെ ആരാണെന്ന് മനസ്സിലാക്കിയതെന്ന് കർത്താവ് ചോദിച്ചു. അതിന് ശീമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. പത്രോസിന്റെ ഈ ഉത്തരത്തിൽ രണ്ട് ശക്തമായ സന്ദേശങ്ങളുണ്ട്. വളരെ ശക്തമായ രണ്ട് സന്ദേശങ്ങൾ അതിൽ ഉൾക്കൊള്ളുന്നത് കാണുന്നുണ്ട്. ഒന്നാമതായി, പത്രോസ് യേശുവിനെ ക്രിസ്തു അല്ലെങ്കിൽ മഷികയായി തിരിച്ചറിഞ്ഞു. ക്രിസ്തു എന്നുള്ളതിന് മഷിക തന്നെയാണ് അർത്ഥമാകുന്നത്. അതായത് ക്രിസ്തു അല്ലെങ്കിൽ മഷികയായി കർത്താവിനെ തിരിച്ചറിഞ്ഞു. ദാവീദുപുത്രനായ യേശു മഹാനായ ദാവീദിന്റെ സിംഹാസനത്തിൽ എന്നേക്കും വാഴേണ്ടുന്നവനാണെന്നുള്ള ആ ഒരു വലിയ സത്യം പത്രോസ് മനസ്സിലാക്കി ആ അർത്ഥത്തിൽ തന്നെ അവിടെ പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. രണ്ടാമത്തത്, ആദ്യത്തേതിലും പ്രധാനമായി, ആദ്യത്തേതിലും കുറെ കൂടെ പ്രാധാന്യമുള്ളതായി യേശുവിനെ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണെന്നുള്ളത് പത്രോസ് തിരിച്ചറിഞ്ഞു. അവിടെ അത് ഏറ്റു പറയുന്നതാണ് അവിടെ കാണുന്നത്. ഈ രണ്ട് വലിയ ആശയങ്ങൾ, അതായത് കർത്താവ് ക്രിസ്തുവാണെന്നതും രണ്ടാമത് അവൻ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ദൈവമാണെന്നും, ഈ രണ്ട് ആശയങ്ങളുടെ സംയോജനമാണ് ഈ വേദഭാഗത്ത് കാണുന്ന പത്രോസിന്റെ ഏറ്റുപറച്ചിലിനെ ഇത്രയും പ്രാധാന്യമുള്ളതാക്കുന്നത്. ഇത്രയും വലിയ അത്ഭുതമായി തന്നെ, അതായത് കർത്താവ് തുടർന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം ആ ഏറ്റുപറച്ചിലിനോട് ചേർന്നുള്ളതാണെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇന്ന് ഈ തിരുവചന സന്ദേശം കേൾക്കുന്ന കർത്താവിൽ പ്രിയരെ, യേശു വെറും ഒരു മനുഷ്യനല്ല, മറിച്ച് ദൈവം തന്നെയാണ്. നാം അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത്. എന്നെ ഓൺലൈനിൽ കേൾക്കുന്ന മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക, പ്രിയമുള്ളവരെ, യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്ന് മനുഷ്യനായി ജീവിച്ചുവെങ്കിലും അത് പൂർണ്ണ ദൈവമാണ്. അവൻ ക്രിസ്തുവാണ്, മഷികയാണ്, അവൻ ലോകരക്ഷകനാണെന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കുക. പത്രോസിന്റെ ഈ ഏറ്റുപറച്ചിൽ ഒരു പ്രത്യേക ദിവ്യ വെളിപ്പെടുത്തലിന്റെ ഫലമായിരുന്നു എന്ന് യേശു കർത്താവ് തന്നെ അവിടെ അറിയിക്കുന്നുണ്ട്. അതിന്റെ 17 വാക്യത്തിൽ പറയുന്നുണ്ട്, യേശുവിനോട്, ബെറിയോനാ ശീമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവ് അത്രേ നിനക്ക് ഇത് വെളിപ്പെടുത്തിയതെന്ന്. അത് ഒരു പ്രത്യേക വെളിപ്പെടുത്തലായിരുന്നു, ഒരു ദിവ്യ വെളിപ്പെടുത്തൽ തന്നെയായിരുന്നു അവനത് ലഭിച്ചത്. യേശുക്രിസ്തു ദൈവമായതിനാൽ അവന്റെ യാഗമരണത്തിന് അനന്തമൂല്യമുണ്ട്. നമുക്കറിയാം, പഴയ നിയമത്തിൽ ഒരു ചെറിയ യാഗമൃഗത്തെ, ഊനമില്ലാത്ത ഒരു യാഗമൃഗത്തെ, അതിനെ യാഗം കഴിക്കുമ്പോൾ അവരുടെ പാപങ്ങൾക്ക് വിടുതൽ കിട്ടിയെന്നുള്ള വിശ്വാസത്തോടെ അവർ മടങ്ങിപ്പോകുമായിരുന്നു. എന്നാൽ സർവശക്തനായ സർവജ്ഞാനി
ജ്ഞാനിയായ പരിശുദ്ധനായ ദൈവം തന്നെ ഒരു യാഗമായി തീരുമ്പോൾ, അവൻ ദൈവമായി അല്ലെങ്കിൽ ദൈവം തന്നെ ഒരു യാഗമായി തീർന്നുമ്പോൾ ആ യാഗമരണത്തിന് അനന്തമായ മൂല്യമുണ്ട്. അതിന്റെ വില നിർണ്ണയിക്കാൻ കഴിയാത്തതാണ്. അവനിൽ വിശ്വസിക്കുന്ന സകല മനുഷ്യരുടെയും പാപങ്ങളെയും നീക്കുവാൻ, അല്ലെങ്കിൽ മനുഷ്യരുടെയും സകല പാപങ്ങളെയും നീക്കുവാൻ അവൻ അധികാരമുണ്ട് എന്നുള്ളെങ്കിൽ എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ആ വലിയ പദവിയാണ്, ആ പദവിയിലൂടെയാണ്, അല്ലെങ്കിൽ ആ വലിയ ആ ഭാഗ്യാവസ്ഥയിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും രക്ഷിക്കപ്പെടുന്നത്. ദൈവത്തിന്റെ മുൻ നിയമനത്തിലും തെരഞ്ഞെടുപ്പിലുള്ള സകലരും യേശുക്രിസ്തു ദൈവമെന്ന് ഏറ്റുപറയുകയും നിത്യമായ മോക്ഷം അല്ലെങ്കിൽ രക്ഷ പ്രാപിക്കുകയും ചെയ്യും. അത് ആ ഒന്ന് ഏറ്റുപറയുന്നതിലൂടെ, അവന്റെ അടുക്കൽ വന്ന് അവനെ വിശ്വസിക്കുന്നതിലൂടെ പ്രിയമുള്ളവരെ സകലരുടെയും പാപത്തെ നീക്കുവാൻ അവന് കഴിയുന്നതാണ്. അവൻ അതിന് മതിയായവനാണ്. കാരണം അത്രയും മൂല്യമുള്ളതാണ് ആ യാഗമരണം എന്നുള്ളത് നാം മനസ്സിലാക്കുക. ഇതിന്റെ തുടർച്ചയായി യേശു കർത്താവ് പറയുന്ന കാര്യത്തെക്കുറിച്ച് വ്യത്യസ്തമായ നിരവധി പഠിപ്പിക്കലുണ്ട്. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചിരുന്നല്ലോ. അതിന്റെ 18 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്. ആ വാക്യം ഞാൻ വായിക്കട്ടെ, ഒന്നുകൂടെ ഞാൻ വായിക്കട്ടെ. നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കുമെന്ന് ഉത്തരം പറഞ്ഞു. ഇവിടെ നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ നിന്നെ ജയിക്കുകയില്ല എന്ന യേശുക്രിസ്തുവിന്റെ പ്രസ്താവനയുടെ ഉദ്ദേശത്തെക്കുറിച്ച് 3 പ്രധാന വ്യാഖ്യാനങ്ങളുണ്ട്. ഞാനത് നമുക്കൊന്ന് ഓടിച്ച് ചിന്തിച്ച് അതിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. ആദ്യമായി പത്രോസ് പാറയാണ്, അത് പാറ തന്നെയാണ്, ആ അർത്ഥത്തിൽ ഒരു വ്യാഖ്യാനമുണ്ട്. ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് യേശു പത്രോസിനെയും അദ്ദേഹത്തിന്റെ പിൻഗാമികളെയും സഭയുടെ തലവനായ പോപ്പുമാരായി നിയമിച്ചുവെന്ന് റോമൻ കത്തോലിക്ക സഭ അനുമാനിക്കുന്നത്. അവർ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. പലപ്പോഴും ഇങ്ങനെയുള്ള തർക്കങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പത്രോസിന്റെ സിംഹാസനം, പത്രോസിന്റെ തുടർന്നുള്ള കാര്യങ്ങൾ, പത്രോസിനെ ദൈവം പാറയായി, സഭയുടെ സ്ഥാപകനായി എന്നൊക്കെ പറയുന്നുണ്ട്. പത്രോസിനെ പാറയെ കണക്കാക്കാൻ പല പ്രൊട്ടസ്റ്റന്റ് വ്യാഖ്യാതാക്കളും തയ്യാറാണ്. കാരണം അത് യേശുവിനെ ക്രിസ്തുവും ദൈവവുമായി ആദ്യമായി ഏറ്റു പറഞ്ഞത് പത്രോസ് ആയതുകൊണ്ടാണ് അങ്ങനെ അവർ തയ്യാറാകുന്നത്. അതായത് ഒരു പ്രാധാന്യമുണ്ട്, ഒരു അല്പം. കാരണം ഈ സ്വർഗസ്ഥനായ ദൈവം തന്നെ വെളിപ്പെടുത്തി കൊടുത്ത ഒരു കാര്യം ഏറ്റുപറഞ്ഞു എന്ന നിലയിലുള്ള കർത്താവിനെ ക്രിസ്തുവും ദൈവവുമായി ആദ്യമായി ഒരു മനുഷ്യൻ ഏറ്റുപറയുന്നത് പത്രോസ് ആണ്. യോഹന്നാൻ പറയുന്നതിനേക്കാളൊക്കെ വ്യത്യസ്തമായ ചില കാര്യങ്ങളാണ് പത്രോസ് ഇവിടെ പറയുന്നത്. അങ്ങനെ ആദ്യമായി ഏറ്റുപറഞ്ഞതുകൊണ്ട് പത്രോസിന് ഒരു പ്രാധാന്യത്തെ കൊടുക്കുവാൻ പല പ്രൊട്ടസ്റ്റന്റ് വ്യാഖ്യാതാക്കളും തയ്യാറാണെന്നുള്ളത് പല പുസ്തകങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതായത് പത്രോസ് മറ്റു അപ്പോസ്തലന്മാരോടൊപ്പം ക്രിസ്തു സഭയുടെ ഒരു അടിസ്ഥാനമായി അദ്ദേഹം മാറി എന്നുള്ള അർത്ഥത്തിൽ മാത്രമാണ് അവർ അതിന് തയ്യാറായത്. അതായത് പത്രോസിന് മാത്രമല്ല, പത്രോസിന്റെ കൂടെ മറ്റു അപ്പോസ്തലന്മാരെല്ലാം കൂടെ ഒരുമിച്ച് അത് ക്രിസ്തു സഭയുടെ ഒരു അടിസ്ഥാനമായി, ക്രിസ്തു സഭയ്ക്ക് അടിസ്ഥാനത്തിൽ കൂട്ട് അവകാശമുള്ളവർ, ആ ഒരു നിലയിൽ അത് കാണാൻ കഴിയുന്നുണ്ട്. അത് അപ്പോസ്തലനായ പൗലോസ് എഫെസ്യ ലേഖനത്തിൽ സഭയെ ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൽ പണിതിരിക്കുന്നു എന്ന് പറഞ്ഞതിൽ ഉൾക്കൊള്ളുന്ന അർത്ഥത്തിലാണ് പ്രൊട്ടസ്റ്റന്റ് വ്യാഖ്യാതാക്കൾ അതിനെ അംഗീകരിക്കാൻ തയ്യാറായിട്ടുള്ളത്. എഫെസ്യ ലേഖനം 2-ാം വാക്യമാണ് ഞാൻ വായിച്ചത്. അത് നമുക്കറിയാവുന്ന വാക്യമാണല്ലോ. പത്രോസിന്റെ പിൻഗാമികളെ കുറിച്ചോ തെറ്റില്ലാ വരത്തെക്കുറിച്ചോ പ്രത്യേക അധികാരത്തെക്കുറിച്ചോ ഒന്നും ഈ വാക്യം അർത്ഥമാക്കുന്നില്ല. പത്രോസെ നീ പാറയാകുന്നു എന്ന് പറയുന്നതിൽ അങ്ങനെ ഒരു അർത്ഥവുമില്ല. നീ പാറയാകുന്നു എന്ന് പറയുമ്പോൾ ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ അപ്പോസ്തലന്മാരെ ഉപയോഗിച്ച് ആ അടിസ്ഥാനത്തിൽ ദൈവം പണിതിരിക്കുന്നു എന്നത് മാത്രമേ അവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. പത്രോസ് യേശു കർത്താവിന്റെ ക്രൂശീകരണങ്ങളെ തള്ളി പറയുന്നതും പിന്നീട് ഒരിക്കൽ ഉപേക്ഷിച്ച് വലയും വള്ളവും എടുത്ത് മീൻ പിടിക്കാൻ പോയി എടുത്തു നിന്ന് കർത്താവ് തന്നെ മടക്കി കൊണ്ടുവന്നതൊക്കെ വന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. അതൊക്കെ ദൈവകൃപയും ദൈവിക ക്ഷമയും ഒക്കെ ആവശ്യമുള്ള ഒരു ശുശ്രൂഷക്കാരനാണ് പത്രോസ് എന്നത് വ്യക്തമാണല്ലോ. പത്രോസിന് ദൈവത്തിന്റെ ക്ഷമ വേണമായിരുന്നു, ദൈവത്തിന്റെ കൃപ വേണമായിരുന്നു. മുന്നോട്ട് പോകണമെങ്കിൽ പിന്നെയും മനസാന്തരത്തിലേക്ക് ദൈവം തന്നെ അവനെ മടക്കി കൊണ്ടുവരണമായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ പത്രോസിന്റെ മാനുഷിക ഭാവത്തെയും അവന്റെ ആ ദുർബലമായ സ്വഭാവത്തെ ഒക്കെ കാണിക്കുന്നതാണല്ലോ. ഇനി രണ്ടാമത് നമുക്ക് കാണാൻ കഴിയുന്നത് പത്രോസിന്റെ ഏറ്റുപറച്ചിലാണ് പാറ എന്നുള്ളത്. ഇവിടെ കാണുന്ന പാറ പത്രോസ് അല്ല, പത്രോസ് എന്ന വ്യക്തിയല്ല, ഒരു വിശദീകരണമാണ്. ഞാൻ അത് ആ നിലയിൽ പഠിക്കുവാൻ വേണ്ടി പറയാണ്. ഇവിടെ കാണുന്ന പാറ പത്രോസ് അല്ല, പകരം പത്രോസ് ഏറ്റുപറച്ചിലൂടെ പ്രകടിപ്പിച്ച വിശ്വാസമാണ്. ആ വിശ്വാസമാണ് സഭയെ പണിയുന്ന പാറ എന്നായിരുന്നു ഭൂരിപക്ഷം പ്രൊട്ടസ്റ്റന്റുകാരുടെയും വീക്ഷണം. പല വ്യാഖ്യാതാക്കൾ എഴുതിയവരോ അല്ലെങ്കിൽ കമന്ററി എഴുതിയവരോ ഒക്കെ അങ്ങനെ പറയാറുണ്ട്. പത്രോസ് ഏറ്റു പറയുമ്പോൾ അവന്റെ ഉള്ളിൽ വന്ന വിശ്വാസം, അങ്ങനെ ഒരു വിശ്വാസമാണ് സഭയെ പണിയുവാൻ പ്രയോജനപ്പെടുത്തിയത് എന്ന നിലയിൽ അതിലും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അതിലേക്ക് ആഴമായിട്ട് ഇന്ന് രാത്രി പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അതായത് പത്രോസോ അതുപോലുള്ള ഏതെങ്കിലും ഒരു വ്യക്തിക്കോ ഈ അഭിപ്രായ പ്രകാരം ഒരു പ്രത്യേകതയുമില്ല. യേശുവിനെ ക്രിസ്തുവും ദൈവമെന്ന് ഏറ്റുപറയുന്ന
വിശ്വാസമാണ് പാറ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് അവരുടെ വ്യാഖ്യാനത്തെ പറയുന്നത്. ആദ്യകാല കത്തോലിക്ക നേതൃത്വത്തിൽ വലിയൊരു വിഭാഗത്തിന്റെയും വീക്ഷണം ഇത് തന്നെയായിരുന്നു. അവരങ്ങനെ അതിനെ അംഗീകരിച്ചിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ. അതിന്റെ ആൾക്കാരുടെ പേരുകളൊന്നും ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ മുന്നോട്ട് പോകട്ടെ. മൂന്നാമത് ക്രിസ്തു പാറയാണ്. അങ്ങനെയുള്ള പ്രസംഗങ്ങൾ നമ്മുടെ ഇടയിൽ ഒത്തിരി കേട്ടിട്ടുണ്ട്. പത്രോസ് എന്നതിന്റെ ഗ്രീക്ക് നാമം പെട്രോസ് എന്നാണ്. അത് പാറ അല്ലെങ്കിൽ കല്ല് എന്നർത്ഥമുള്ള ഒരു പുല്ലിംഗ നാമമാണ്. എന്നാൽ യേശു ഈ പാറ എന്ന് പരാമർശിച്ചപ്പോൾ അതേ പദത്തിന്റെ സ്ത്രീലിംഗ പദമായ അല്ലെങ്കിൽ രൂപമായ പെട്ര ഉപയോഗിച്ചു എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഈ വീക്ഷണത്തിൽ പത്രോസ് ഒരു ചെറിയ പാറക്കഷ്ണം മാത്രമായിരിക്കും എന്നാണ് അങ്ങനെയൊക്കെയുള്ള ഒരു വിശദീകരണം നമ്മുടെ മുമ്പിൽ കേട്ടിട്ടുണ്ട്. നമ്മുടെ യഥാർത്ഥത്തിൽ സഭ പണിയപ്പെടുന്ന അടിത്തറ യേശുവാണ് എന്നതാണ് ഈ വ്യാഖ്യാനത്തിലൂടെ വിശദീകരിക്കാൻ ശ്രമിക്കുന്ന ആശയം. അതാണ് അവർ പറയുവാൻ ഉദ്ദേശിക്കുന്നത്. യേശു കർത്താവിന്റെ ശിഷ്യന്മാരുടെ മുഴുവൻ പഠിപ്പിക്കൽ നമ്മൾ പരിഗണിച്ചാൽ ഇവിടെ യേശു പത്രോസിനെ പാറ എന്ന് വിളിക്കുന്നത് വളരെ പരിമിതമായ അർത്ഥത്തിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കാരണം ഒത്തിരി വ്യാപ്തിയോ ഒത്തിരി ആഴമോ ഉണ്ടാകുന്നില്ല. നമുക്കറിയാം, ഏതൊരു കാര്യമാണെങ്കിൽ പിന്നീട് ശിഷ്യന്മാരതിനെ എടുത്ത് ആവർത്തിക്കുകയും പിന്നീട് പഠിപ്പിക്കുകയും അല്ലെങ്കിൽ അതിനെ ആചരിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ കർത്താവ് പറയുന്ന ആ വാക്കിന്റെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരിൽ കൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ പിന്നീട് ക്രൈസ്തവ സഭയെ കർത്താവ് കൊണ്ടുപോകുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യേശുവിനെ ക്രിസ്തുവെന്നും ദൈവപുത്രനെന്നും ഏറ്റുപറഞ്ഞ പത്രോസ് പിൽക്കാലത്ത് പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നതിന് ശേഷം അവിടെ ഓടിക്കൂടിയുടെ മുന്നിൽ ചെയ്ത ഒറ്റ പ്രസംഗത്തിലൂടെ 3000 പേര് രക്ഷിക്കപ്പെടാനും ക്രിസ്തുവിന്റെ സഭയുടെ അല്ലെങ്കിൽ ക്രിസ്തു സഭയുടെ സാർവത്രികമായ ഒരു ആരംഭം കുറിക്കാൻ മറ്റു ശിഷ്യന്മാരോടുകൂടി പത്രോസിന് ഒരു അവസരം ലഭിച്ചു. അതുമാണ് ആ പാറ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പരിമിതമായ ഒരു അർത്ഥത്തിൽ മാത്രമാണ് പത്രോസിനെ പാറ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നത്. പാറ എന്ന് തന്നെയാണ് കർത്താവ് ഉപയോഗിക്കുന്നത്. അതിന് വേറെ വ്യാഖ്യാനങ്ങളോ വേറെ പദങ്ങളോ ഒന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. പക്ഷെ അതിനെ ഈ പറയുന്ന പോലെ മറ്റുള്ള ചില ക്രൈസ്തവ വിഭാഗങ്ങൾ പറയുന്ന പോലെ അത് എല്ലാ കർത്താവിനെയൊക്കെ അപ്പുറത്ത് പോകുന്ന ഒരു പദമായിട്ടോ അതിനപ്പുറത്തുള്ള ഒന്നതായിട്ടോ ഒന്നും കാണാൻ കഴിയേണ്ട. അപ്പോസ്തല പ്രവൃത്തികളുടെ 4-ാം അധ്യായത്തിൽ പത്രോസ് യഹൂദ ന്യായാധിപ സംഘത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് വീട് പണിയുന്നവരായ നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് കോടിന്റെ മൂലക്കല്ലായി തീർന്ന കല്ല് ഇവൻ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് യേശു ക്രിസ്തു തന്നെയാണ് സഭയുടെ അടിസ്ഥാനം എന്ന് പ്രബോധിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അത് 4-ാം അധ്യായത്തിന്റെ വാക്യങ്ങളിൽ നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കുമ്പോൾ അതിന്റെ ആ മുഴുവൻ ചരിത്രം നമുക്ക് അവിടെ വായിക്കാൻ കഴിയുന്നത്. നിങ്ങൾ പിന്നീട് സമയമുള്ളപ്പോൾ അത് വായിച്ചു നോക്കുക. പൗലോസ് യേശു കർത്താവിനെ ദൈവമായി തിരിച്ചറിയുന്ന സമയം അത് അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിലുണ്ട്. ആ സമയത്ത് അവന്റെ അടുക്കൽ പോകാൻ ഭയപ്പെട്ട അനന്യാസിനോട്, ആ ചരിത്രം നിങ്ങളൊന്ന് ഓടിച്ചു വായിച്ചു നോക്കുക. അങ്ങനെ അതായത് പൗലോസ് എല്ലാവരെയും ഉപദ്രവിക്കുന്നുള്ള ഭയത്തിൽ അവന്റെ അടുക്കൽ പോകാൻ ഭയപ്പെട്ട അനന്യാസിനോട് പൗലോസിന് വേണ്ടി കർത്താവ് കരുതുന്ന അല്ലെങ്കിൽ പിന്നീടുള്ള നിയോഗങ്ങളെ കുറിച്ച് കർത്താവ് അനന്യാസിനെ അറിയിക്കുന്നത് 9-ാം അധ്യായത്തിന്റെ 15-16 വാക്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. ആ വാക്യം ഒന്ന് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് അവനോട്, നീ പോകാം, അവൻ എൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുമ്പിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു. എൻ്റെ നാമത്തിന് വേണ്ടി അവൻ എന്തെല്ലാം കഷ്ടം അനുഭവിക്കേണ്ടതാകുന്നു എന്ന് ഞാൻ അവനെ കാണിക്കും എന്ന് പറഞ്ഞു. ഇവിടെ നോക്കുക, ഇസ്രായേൽ മക്കൾക്കും രാജാക്കന്മാർക്കും ജാതികൾക്കും മുമ്പിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു. ഒരു വലിയ പദവിയല്ലേ അത്? എൻ്റെ നാമത്തിന് വേണ്ടി അവൻ എന്തെല്ലാം കഷ്ടം അനുഭവിക്കേണ്ടതാകുന്നു എന്ന് ഞാൻ അവനെ കാണിക്കും എന്നൊക്കെ പറയുമ്പോൾ പത്രോസേ നീ പാറയാകുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ അവിടെ പൗലോസിനെയും വിളിച്ചൊരു ശുശ്രൂഷ ഏൽപ്പിക്കുന്നതാണ് കാണാൻ കഴിയുന്നത്. അന്നേരം ദൈവത്തിനായ യേശുവിനെ ക്രിസ്തുവായും ദൈവമായി തിരിച്ചറിയുന്ന സകലർക്കും ഒരു നിയോഗമുണ്ടെന്ന് ഈ വേദഭാഗം നമ്മളെ പ്രബോധിപ്പിക്കുന്നു. ആര് ദൈവത്തെ ക്രിസ്തുവായി അറിയുന്നു, ആര് കർത്താവായ യേശു ക്രിസ്തുവിനെ ദൈവമായി തിരിച്ചറിയുന്നു, അങ്ങനെയുള്ള സകലർക്കും അത് ഏറ്റുപറയുന്ന വിശ്വസിക്കുന്ന അങ്ങനെയുള്ള സകലർക്കും ഒരു നിയോഗമുണ്ടെന്ന് ഈ വേദഭാഗം നമ്മെ പ്രബോധിപ്പിക്കുന്നു. ഇതിനകത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമുക്കും ആ നിയോഗമുണ്ട്. നമ്മുടെ പേരിലും കർത്താവ് ചില നിയോഗങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം അറിയാം. നമുക്ക് മുന്നോട്ട് പോകട്ടെ. നമുക്കറിയാം, സഭയുടെ സ്ഥാപനത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. വിവിധ സ്ഥലങ്ങളുടെ പേരിൽ സ്ഥലം സഭകൾ അറിയപ്പെടുന്നുണ്ട്. ബൈബിളിലും അല്ലാതെയും അത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമുക്കറിയാം, കൊരിന്തിയിലെ സഭ, അതുപോലെ തന്നെ കൊലോസി സഭ, അങ്ങനെ എഫെസസ്, അങ്ങനെയുള്ള പല സഭകളെ കുറിച്ചൊക്കെ നമുക്ക് കാണാം. അത് സ്ഥലത്തിന്റെ പേരിൽ അങ്ങനെയുള്ള സഭകളൊക്കെ അറിയപ്പെടാറുണ്ട്. എന്നാൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേരിൽ ഒരു സഭ അറിയപ്പെടുകയാണെങ്കിൽ താമസിയാതെ തന്നെ വേദപുസ്തക ഉപദേശങ്ങൾ വിരുദ്ധമായ പല പാരമ്പര്യങ്ങളും അവിടെ രൂപമെടുക്കും. അത് അങ്ങനെ ഒരു വ്യക്തിയുടെ പേരിൽ ഇന്ന ഒരു വ്യക്തിയുടെ സഭ എന്ന രീതിയിൽ, അല്ലെങ്കിൽ പത്രോസിന്റെ സഭ എന്ന രീതിയിൽ അങ്ങനെ ഒരു സഭ രൂപമെടുക്കുകയാണെങ്കിൽ, അങ്ങനെ അതിന് ഒരു തലമുറ കഴിയുമ്പോൾ അടുത്ത തലമുറയിലേക്കൊക്കെ വരുമ്പോൾ പിള്ളേര് അവിടെ അല്ലെങ്കിൽ ദൈവഹിതമല്ലാത്ത പാരമ്പര്യങ്ങളും ആചാരങ്ങളും ഒക്കെ അവിടെ ഉണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്.
ദൈവത്തിനായി യേശു ക്രിസ്തുവിന്റെ വിലയേറിയ രക്തത്താൽ പ്രായശ്ചിത്തം വരുത്തി സ്ഥാപിച്ച ക്രിസ്തുവിന്റെ സഭ ക്രിസ്തുവിൻ്റെത് മാത്രമാണ്. അത് നാം അറിഞ്ഞുകൊള്ളുക. അതിനപ്പുറത്ത് വേറൊന്നുമില്ല. ആ കർത്താവിന് രക്തം കൊടുത്ത് വില കൊടുത്ത് വാങ്ങിയത് കർത്താവിന്റെ സഭ തന്നെയാണ്. അത് കർത്താവിന്റെ സ്വന്തം തന്നെയാണ്. അത് അവന്റെ ശരീരമാണ്. അതിന്റെ മേൽ പൂർണ്ണമായ അധികാരവും അവകാശവും ക്രിസ്തുവിന് തന്നെയാണ്. അതിൽ വേറെ ആർക്കും ഒരു അവകാശമില്ല. വിശ്വസിക്കുന്ന ഓരോരുത്തരെയും നീതിമാന്മാരായി എണ്ണുന്നത് ക്രിസ്തുവിന്റെ നിഷ്കളങ്ക രക്തത്തിന്റെ മറുവിലയിലൂടെയാണ്. അത് നമുക്ക് അറിയാവുന്ന കാര്യം. ഞാൻ ഇന്ന് രാത്രി തന്നെ 1-2 പ്രാവശ്യം ഞാൻ ആവർത്തിച്ചല്ലോ. വിശുദ്ധനായ പത്രോസും വിശുദ്ധനായ പൗലോസും ഒക്കെ രക്തസാക്ഷികളായിരുന്നു. എങ്കിലും അവരുടെ ചിന്തപ്പെട്ട രക്തത്തിന് ആരെയും രക്ഷിക്കാൻ പര്യാപ്തമായിരുന്നില്ല. ആരും ആരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നില്ല എന്നുള്ളത് നമുക്കറിയാമല്ലോ. നമുക്ക് ഇതിൽ നിന്നുള്ള ആത്മീക സന്ദേശം, യേശുവിനെ ക്രിസ്തു അഥവാ മശിഹയായും ദൈവവുമായും തിരിച്ചറിയാൻ കഴിയുക എന്നതൊരു വലിയ ഭാഗ്യമാണ്. നാം അങ്ങനെ ആ ഭാഗ്യത്തെക്കുറിച്ച് അറിയുന്നുണ്ടോ? അതിന്റെ വലുപ്പത്തെക്കുറിച്ച് നാം മനസ്സിലാക്കുന്നുണ്ടോ? അങ്ങനെയുള്ളവർക്ക് ഒരു നിയോഗം ലഭിക്കും. കർത്താവിന്റെ നാളിൽ പ്രശംസയ്ക്ക് കാരണമാകുന്ന, പേരിട്ട് തന്നെ വിളിക്കാവുന്ന ഒരു നിയോഗമാണിത്. അതായത് പത്രോസിനെ പാറ എന്ന് വിളിക്കുന്ന പോലെ പൗലോസിനോട് പറഞ്ഞ് നിന്നെ ജാതികളുടെ ഇടയിലേക്ക്, രാജാക്കന്മാരുടെ ഇടയിലേക്ക് അയക്കുന്നെന്ന് പറഞ്ഞ് അങ്ങനെ പേരിട്ട് വിളിക്കുന്ന ഒരു നിയോഗമാണെന്ന് അറിയുക. ആ നിയോഗത്തെ തിരിച്ചറിയുവാനും അത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പൂർത്തീകരിക്കുവാൻ ദൈവം കൃപ ചെയ്യട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.